ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 6:30 ആയിട്ടുള്ളൂ. ഞാൻ 5:20 ആയപ്പോഴത്തേക്കും കോർട്ടിലേക്ക് ഷട്ടിൽ കളിക്കാനായിട്ട് പോയതാണ്. പക്ഷേ ഷട്ടിൽ കോർട്ടിന് മുമ്പിലെത്തിയിട്ട് എനിക്ക് അവിടെ കയറാൻ തോന്നില്ല. ഇന്നെന്തോ വണ്ടി നിർത്താനേ തോന്നുന്നില്ല. സാധാരണ സൈക്കിൾ ചവിട്ടിയാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ വണ്ടിയുടെ കൂടെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ കോട്ടയിലേക്ക് കയറാതെ വെറുതെ ചുമ്മാ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ റൈഡ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ വന്ന് ഇപ്പോൾ തൃപ്പൂണിത്തുറയുടെ ഉള്ളിലുള്ള ഓരോ മുക്കും മൂലയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. സത്യത്തിൽ തൃപ്പൂണിത്തുറ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ഉണ്ടായില്ല. വണ്ടിയിൽ ഞാനിത് സെറ്റ് ചെയ്ത് വെക്കാറുള്ളതാണ്. പക്ഷേ ഇന്നലെ എന്തോ പെട്ടെന്ന് എനിക്ക് അത് ഓടി വെക്കേണ്ട വന്നു. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നും പകർത്താൻ പറ്റിയില്ല. തൃപ്പൂണിത്തുറയും നല്ല സ്ഥലമല്ലേ. എല്ലാം നമുക്ക് അറിവ് തരുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ വീടിന് ചുറ്റുമുള്ളതാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള വശങ്ങളാണെങ്കിൽ പോലും നമുക്ക് കാണാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഒരുപാട് ദൂരങ്ങളിലേക്കൊന്നും പോകണ്ട നമുക്ക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുണ്ടന്നൂരാണ്. ശരിക്ക് നാഷണൽ ഹൈവേ ആണ് കുണ്ടന്നൂർ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ വീണ്ടും ഒരു പടം ഇഷ്ടമാണെങ്കിൽ, ഒരു ഫിലിമിൻ്റെ കാര്യം പറയുന്നത്, ഒരു പടം ഇഷ്ടമാണെങ്കിൽ ഞാനത് ഇഷ്ടമുള്ള പടങ്ങൾ ഞാൻ വീണ്ടും കാണും. ഈ പണ്ട് ഒരു പുറയിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ദേവദൂതൻ എന്ന് പറഞ്ഞ പടമൊക്കെ ഞാൻ കണ്ട് ഏകദേശം ഒരു 100 തവണ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഇഷ്ടമുള്ള പടമാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണും. ഓരോ തവണ കാണുമ്പോഴും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് ഞാനിത് സെറ്റ് ചെയ്ത് വെക്കും, എന്നിട്ടേ കാണുള്ളൂ. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെപ്പോഴും പോകുന്ന വഴികളാണ്. ഇപ്പോൾ ഈ കുണ്ടന്നൂർ ഈ ഹൈവേക്ക് നമ്മൾ മിക്കപ്പോഴും പോകാറുള്ളതാണെങ്കിൽ പോലും ആദ്യമായിട്ട് വരുന്ന വഴി പോലെ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നമ്മളൊന്ന് സഞ്ചരിക്കുമ്പോൾ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ പോകുന്ന ഓരോ വഴികളും, നമ്മളെപ്പോഴും പോകുന്ന വഴികളാണെങ്കിലും ഓരോ തവണയും നമ്മൾ പോകുമ്പോൾ ഇതേതാണ് ഈ വഴിയിൽ ഓരോ ഭാഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ശരിക്കും സ്ഥിരമായി പോകുന്ന വഴികൾ പോലും നമ്മൾ കാണുന്നില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കണേ. ഇത് കുണ്ടന്നൂരാണ്. ഞാൻ ഫ്ലൈ ഓവറിന് മുകളിലാണ്. ഇതാണ് തൃപ്പൂണിത്തുറ. നേരെ പോയ തൃപ്പൂണിത്തുറയാണ്. ഇത് നേരെ ആലപ്പുഴയാണ്. ഇത് നേരെ വൈറ്റിലയാണ്. എന്തായാലും ഇന്ന് കളിക്കാൻ പോയിട്ടില്ല. ഇനി ഒരു 7:30 വരെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. ഞാൻ ചുമ്മാ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുകയാണ്. എന്നിട്ട് ഒരു പണിയില്ല അല്ലേ? ഇത് തോന്നുന്നുണ്ടാവും ഇതിനൊന്നും കിടന്ന് ഉറങ്ങാൻ പാടില്ലെന്ന്. ഉറക്കം എന്തായാലും ഒരു 3:50 ഏകദേശം 4-10 ഉള്ളപ്പോൾ തന്നെ ഞാൻ എണീക്കും. പിന്നെ ഉറക്കമൊന്നുമില്ല. അത്ര മതി. രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കും. അതാണ് എൻ്റെ ഒരു റുട്ടീൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഗെയിമില്ല, പ്രാക്ടീസ് ഇല്ല, ഇന്ന് ഫിറ്റ്നസ് ഇന്ന് ഇല്ല. അപ്പോൾ അതിന് പകരം വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചാടുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഇന്ന് വണ്ടി നിർത്താനേ തോന്നിയില്ല. ഒരു പുതിയൊരു പാട്ടുണ്ടല്ലോ, ബോഗൺവില്ലയിൽ ഒരു പാട്ടുണ്ടല്ലോ. ആ പാട്ട് ഇയർപോഡിൽ വിട്ടിട്ട് വണ്ടി ഓടിച്ചതോ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നേരെ വിട്ട് പോകണം. ഇങ്ങനെ നിർത്താൻ തോന്നുന്നില്ല. ഏതാണ്? കർത്താവിൻ്റെ സ്തുതി, ഭൂലോകം സൃഷ്ടിച്ച കർത്താവിൻ്റെ സ്തുതി. ബ്യൂട്ടിഫുൾ സോങ്. എന്താ അർത്ഥമാണ് പാട്ടിന്? നല്ല ലിറിക്സ്, നല്ല മ്യൂസിക്. എന്തായാലും ഈ ന്യൂ ജെൻ പിള്ളേർക്കൊക്കെ പറ്റിയ പാട്ട്. അതെനിക്ക് കയറാനോ കാര്യം 40 സ്റ്റാർട്ടുള്ളെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് ഞാനിപ്പോൾ 28 വയസ്സാണ്. ദാറ്റ്സ് പോയിന്റ്. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.